എന്തുകൊണ്ട് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ ഈ രീതിയിൽ പാകപ്പെടുത്തി കൊണ്ടുവന്നുകൂടാ? എന്തുകൊണ്ട് മതവിദ്യാഭ്യാസ രംഗത്ത് അത്തരത്തിലൊരു നവോത്കർഷം ഉണ്ടാക്കാൻ സാധിക്കാതെ പോകുന്നു? അദ്ദേഹം ഒന്ന് പറഞ്ഞ മറ്റൊരു മറുപടിയാണ് ഏറെ ശ്രദ്ധേയമായി എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സഹോദരന്മാർ ആലോചിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഉത്തരേന്ത്യയിലെ സാമൂഹിക ജീവിതത്തിൻ്റെ 2 വർഗങ്ങളുണ്ട്. ഒന്ന്, വളരെ ഉന്നതമായി പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരും അതുപോലെ തന്നെ മറ്റു വിദ്യാഭ്യാസങ്ങൾ നേടിയിട്ടുള്ളവരും വളരെ കുലീനമായ കുടുംബങ്ങളിൽ ജീവിക്കുന്നവരുമാണ്. പക്ഷേ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ ജീവിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് മതബോധമില്ല, അത്തരത്തിലുള്ള അവബോധങ്ങളൊന്നും അവർക്ക് ലഭ്യമാകുന്നേയില്ല. അപ്പോഴും ഞാൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ മുൻ ടീമിനെ, ഉന്നത വിഭാഗത്തെ എന്തുകൊണ്ട് താഴോട്ട് അവരുടെ ഈ പരിപാടികൾ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി എത്തിച്ചുകൂടാ? അദ്ദേഹം പറഞ്ഞു, മോനെ, കേരളം പോലെയല്ല അത്. എന്തുകൊണ്ട് കേരളം പോലെയല്ലെന്നോ? കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി മനസ്സിലാക്കുന്നത്, കുടിലുകളിൽ നിന്ന് പാവപ്പെട്ടവൻ അത്താഴപ്പട്ടിണി ഉണ്ടായിരുന്നപ്പോൾ ദർസുകളിലെത്തി ദർസി പഠനം നടത്തി ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്ത് വലിപ്പമുണ്ടാക്കിയപ്പോൾ അവൻ കുടിലും കൊട്ടാരവും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സേതുബന്ധനമായി മാറി. ഇതൊരു വലിയ രസതന്ത്രമാണ്. സാമൂഹിക വികാസത്തിന്റെ രസതന്ത്രത്തിൽ ഒരുപക്ഷെ എനിക്ക് പക്ഷേയും ചരിത്രം പറയാനാകുന്ന വലിയ മഹാരഥന്മാരുണ്ടാകും. പക്ഷേ നമ്മുടെ കൺമുമ്പിലൂടെ നടന്നുപോയ മഹത്തുക്കൾ അവര് ദർസ് ഒഴിവാക്കിയിരുന്നില്ല. എത്രയോ വലിയ വലിയ പരിപാടികൾ ചെയ്യുമ്പോഴും, എത്രയോ വലിയ വലിയ സ്ഥാപനങ്ങളുടെ നേതാക്കന്മാരാകുമ്പോഴും, ലോകമാകെ ചുറ്റിത്തിരിഞ്ഞു വന്നാലും ജാമിയയുടെ അഭിനന്ദനായ ഇന്നത്തെ നായകൻ ഈ ജാമിയ നൂരിയ അറബിയിലെ ആദ്യത്തെ ദർസ് അത് കൊടുത്തതിനു ശേഷമാണ് പിന്നെയും പിന്നെയും പിന്നെ യാത്ര എന്ന് പറയുന്ന ഒരു അനന്തമായ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നത്. അള്ളാഹു ആഫിയത്തും ആയുസ്സും കൊടുക്കുമാറാകട്ടെ. അഭിനന്ദനായ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ ലോകമാകെ ഒരുപക്ഷെ എവിടുന്നോ വരുന്നുണ്ടാവും, എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ടാവും, പിന്നെ ഇവിടെ ഉണ്ടാവും, ഈ ദർസ് കഴിഞ്ഞ് പിന്നെയും പോകുന്നുണ്ടാവും. പക്ഷെ എന്നമേൽ സ്നേഹിക്കുകയും ശീലിക്കുകയും ചെയ്യാനുള്ള ഒരു സന്മനസ് എന്തുകൊണ്ടാണ് ഇവർക്കത് ലഭ്യമാകുന്നത്? അതാണ് സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിരന്തരമായി പരിശ്രമിക്കുന്നവർ. ഈ ആയത്ത് മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എടുത്തു വച്ചിട്ട് പരിശുദ്ധമായ ഒരു ഹദീസ് ഇങ്ങനെ തന്നെ വെക്കുന്നു. ഈ 3 വിഭാഗം ആളുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോ 3 പേരും അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെട്ടവരാണ്. അതായത് ലാലിമുൻ ലിനഫ്സിഹി മഗ്ഫൂറുൻ, അവൻ പൊറുക്കപ്പെട്ടവനാണ്. മുഖ്തസിദുൻ നാജിൻ, മുഖ്തസിദ് അഥവാ സാമാന്യമായി ഇസ്ലാമിക ജീവിതം നയിച്ചയാൾ രക്ഷപ്പെട്ടയാളാണ്. വസ്സാബിഖു സാബിഖുൻ, സജനം ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ തഫ്സീറിനെ ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാരെന്ന് പറയുന്നത് ഇസ്തിഫാ അഥവാ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ്. അഭിമാനപൂർവ്വം നമുക്ക് അങ്ങനെ ആലോചിക്കാനാകണം. മറ്റെന്ത് വിദ്യാഭ്യാസത്തിനാണ് ഈ പറയപ്പെടുന്ന മഹത്വമുള്ളത്? എന്താ വിദ്യാഭ്യാസം എന്ന് അഭിനന്ദനായ കുളത്തൂർ ഇവിടെ സൂചിപ്പിച്ചല്ലോ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിന്റെ വികാസമാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ടു ഡെവലപ്പ് വിത്തിൻ എന്നാണ്. ഉള്ളിന്റെ അതായത് മനസ്സിന്റെ വികാസം ഉണ്ടാവുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട്, വിവരങ്ങൾ കൂട്ടിവെച്ചതല്ല വിദ്യാഭ്യാസം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ ആത്മീക വിദ്യാഭ്യാസം. വിവരങ്ങൾ കൂട്ടിവെച്ചതല്ല. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ദ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് പുട്ട് യുവർ ബ്രെയിൻ ആൻഡ് റൺസ് റൈറ്റ് ദെയർ അൺഡൈജസ്റ്റഡ് ഓൾ യുവർ ലൈഫ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് കുറെ വിവരങ്ങൾ ഇങ്ങനെ കൂട്ടിവെക്കലല്ല. അതുകൊണ്ടാണ് റിവായത്തുകളുടെ കസീറായ റിവായത്തുകളുടെ ആധിക്യമല്ല ഇൽമ് എന്ന് പഠിപ്പിക്കപ്പെടുന്നത്. ഇൽമ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് റിവായത്തുകൾ കൂട്ടിവെച്ചതല്ല. മറിച്ചോ ഇന്നമൽ ഇൽമു അൽ ഖശിയ, ഖശിയത്താണ്. ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ പേടിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം എന്നാണ് മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖശിയത്തുണ്ടാകുന്ന വിദ്യാഭ്യാസം നോക്കൂ നിങ്ങൾ. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ മൂല്യത്തകർച്ച എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യനുണ്ടാകുന്നില്ല എന്നതാണ്. മനുഷ്യത്വം ഉണ്ടാകുന്നില്ല. കുറെ പഠിക്കുന്നു, കുറെ നേടുന്നു, പക്ഷേ മനുഷ്യനാകുന്നില്ല. എന്തേ അതിനൊരു പ്രധാന കാരണം? ഈ വിദ്യാഭ്യാസത്തെ ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി ആഗ്രഹിച്ചവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ ആഗ്രഹമായിരുന്നത് കുറെ വിവരങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു സാംസ്കാരികമായ അധിനിവേശം നടപ്പിലാക്കണമെന്നതാണ്. ഈ അധിനിവേശത്തിനെയാണ്
മുസ്ലിം പണ്ഡിതൻ ചെറുത്തത്? നാം എങ്ങനെ വിദ്യാഭ്യാസം നേടണമെന്ന് പറയുന്നോടത്ത് ആലോചിക്കണം. മെക്കാളെ പ്രഭുവാണ് പറയുന്നത്, ഈ വിദ്യാഭ്യാസം കൊണ്ട് ഒരു പറ്റം ഇംഗ്ലീഷുകാരെ സൃഷ്ടിക്കുക എന്നതായിരുന്നു പ്രധാനം. We may educate our subjects so they may demand our institutions. Whenever the day comes, it will be the proudest day of our history. നമ്മുടെ ചരിത്രത്തെ പോലും അഭിമാനത്തോടെ കാണാൻ കഴിയുന്ന വിധം നമ്മുടെ സ്ഥാപനങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ഒരു പറ്റം ആളുകളെ സൃഷ്ടിച്ചെടുക്കണം എന്നാണ് ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് മെക്കാളെ പ്രഭു പറയുന്നതെങ്കിൽ, യഥാർത്ഥത്തിൽ കുറെ സാംസ്കാരികമായി പാശ്ചാത്യ മനസ്സിന്റെ അടിമയായി മാറുന്ന അത്തരത്തിലുള്ള വൃത്തികെട്ട ചില മനോഭാവങ്ങളുടെ പിന്നാലെ പോകുന്ന വിദ്യാഭ്യാസമായി ആധുനിക വിദ്യാഭ്യാസം തരം താണു. അതുകൊണ്ട് തന്നെയാണ് ഈ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ചേക്കേറ്റം നടക്കുന്ന അധിനിവേശ കാലത്ത് മുസ്ലിം പണ്ഡിതൻ പറഞ്ഞത്, ഈ വിദ്യാഭ്യാസം, ഈ രീതികൾ ഇത് പഠിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന അബദ്ധം ചെറുതല്ലെന്ന് പറയാൻ സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാർ തയ്യാറായതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. പലപ്പോഴും അതിൽ ആരോപണ വിധേയരാകാറുണ്ട്. നാം എഴുത്തു പഠിക്കണ്ട എന്ന് പറയാൻ, മറ്റു ഭാഷകൾ പഠിക്കണ്ടെന്ന് പറയുന്നത് മതപരമായി ഏതെങ്കിലും കുറവുണ്ടാകുമെന്ന അടിസ്ഥാനത്തിലല്ല. പക്ഷേ അന്ന് അവരുടെ നിയ്യത്ത് അതായിരുന്നില്ല. അവരുടെ നിയ്യത്ത് ഇംഗ്ലീഷ് മനസ്സുള്ള, പാശ്ചാത്യ മനസ്സുള്ള ഒരു വിഭാഗം ആളുകളെ സൃഷ്ടിച്ചെടുക്കുക എന്നതായിരുന്നു പ്രധാനം. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാർ അന്ന് ഈ വിദ്യാഭ്യാസത്തിനെതിരായത്, അന്ന് ഈ രീതികളോട് എതിരായത്. അല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വരുമ്പോ മഹാനായ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു എന്ന ഒരു കൊച്ചു ബാലനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഈ കൊച്ചു ബാലൻ വരുമ്പോ നബി തിരുമേനി അവന്റെ ബുദ്ധി വൈഭവം അളക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ സൂറത്തുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതി കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ എത്തിപ്പെടാൻ കഴിയുന്ന വിധം അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം കൊണ്ട് അതൊക്കെ ലഭ്യമാകാവുന്നത്. ഞാൻ അവിടെയും എൻ്റെ ഒരു അനുഭവം പറയാം. ഒരിക്കൽ, അതായത് ഈ പറയപ്പെടുന്ന വിധം പ്രസിഡന്റ് വസതിയിൽ തന്നെയുള്ള യോഗത്തിൽ വെച്ച് ഒരിക്കൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പരിചയപ്പെടുത്തി സമസ്ത നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ സൂചിപ്പിച്ചു. 10,000 മദ്രസകൾ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് മധ്യേഷ്യൻ ഭൂവിഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രഗത്ഭനായ വിദ്യാഭ്യാസ വിചക്ഷണൻ ചോദിച്ചു, നിങ്ങൾക്ക് 10,000 എന്നത് തെറ്റിയതാണോ എണ്ണം? 1000 ആയിരിക്കുമോ നിങ്ങൾ പറഞ്ഞത് എന്ന് എന്നോട് ചോദിച്ചു. സ്വാഭാവികമായി അപ്പോഴേക്കും നമ്മുടെ വെബ്സൈറ്റുകൾ ആ ബോർഡിൽ ഇങ്ങനെ നിറഞ്ഞു വന്നപ്പോ 10,000 തന്നെ എന്ന് മാത്രമല്ല 10,000-ത്തിനപ്പുറം ഹയർ സ്റ്റഡീസുകളും പിന്നെ അതിനുശേഷം യൂണിവേഴ്സിറ്റി ലെവലിൽ നടക്കുന്ന വിദ്യാഭ്യാസ രീതികളും നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശദീകരിച്ചപ്പോ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ നവോത്ഥാനത്തിന്റെ വലിപ്പത്തെ കുറിച്ച് ആലോചിക്കുമ്പോ പള്ളി ദർസുകളിൽ തലേക്കെട്ടുകെട്ടി ജീവിച്ച പണ്ഡിതന്മാർ മാത്രം നടത്തിയ ഈ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ മുമ്പിൽ അന്നവിടെ കൂടിയിരുന്ന പ്രഗത്ഭരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ ചുണ്ടുകൾ മന്ത്രിച്ചത് വൗ ഇറ്റ് ഈസ് അമേസിംഗ്, വൗ ഇറ്റ് ഈസ് അമേസിംഗ്. വല്ലാത്ത അത്ഭുതം തന്നെ.
ഇതൊരു ലോകാതിശയിയായി നിൽക്കുന്നുണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യത്തിൽ. അതിനു കാരണം ഈ നിസ്സമായ ജീവിതം കൊണ്ട് നിഷ്കാമ കർമ്മികളായി നമുക്ക് മുമ്പിലൂടെ നടന്നുപോയ മഹത്തുക്കൾ അവരുടെ ജീവിതത്തെ മുഴുവനും സമർപ്പിച്ചപ്പോഴുണ്ടായതാണ് ഈ വലിയ വ്യക്തിത്വം. നിങ്ങൾ ആ വിളക്കുമാടങ്ങളുടെ പിന്നാലെ പോകേണ്ടവരാണ് കുട്ടികളെ. നിങ്ങൾ ആ വിളക്കുമാടങ്ങളുടെ പിന്നാലെ ജീവിതത്തിന്റെ നന്മയെ നാളേക്ക് പൂർത്തീകരിക്കുവോ? ആ പൂർത്തീകരിക്കുമെങ്കിൽ നാളെയുടെ തലമുറകൾ നിങ്ങളെക്കുറിച്ചും പറയും, ഞങ്ങൾക്ക് മുന്നേ നടന്നുപോയവർ നിസ്വരാണ്, നിസ്വാർത്ഥരാണ്, നിഷ്കളങ്കരാണ്. ജീവിതത്തിന്റെ വഴികളിൽ അവർ മറ്റൊന്നും തേടാതെ പടച്ച റബ്ബിന്റെ തൃപ്തിയെ മാത്രം തേടിപ്പോയവരാണ്. അവരുടെ വഴിയാണ് ഞങ്ങൾക്ക് പ്രകാശം തന്ന ആ വഴി തന്നെയാണ് ഞങ്ങൾക്ക് പ്രധാനമെന്ന് പറയാൻ അടുത്ത തലമുറക്ക് സാധ്യമാകണമെങ്കിൽ നാം ആ നിസ്വതയിൽ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അങ്ങനെ മിനർ റഗ്ബത്ത് ഇല സുഹദ്, റഗ്ബത്തിൽ നിന്ന് സുഹദിലേക്ക് പോകാൻ കഴിയണം. വമിനൽ കിബരി ഇല തവാലു, കിബറില്ലാത്ത തവാലു ഉണ്ടാകണം, കിബർ ഉണ്ടാവരുത്. ചില ആളുകളുടെ മുമ്പിൽ പോയാൽ കിബർ തന്നെ പഠിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. കിബർ പഠിക്കാൻ ഉസ്താദ് അങ്ങനെ ആയാൽ പിന്നെ മക്കൾ അങ്ങനെ ആകാതെ പോകില്ല. ആശാൻ ഒന്ന് പഴച്ച 50 പഴക്കും ശിഷ്യന്, അത് സ്വാഭാവികമാണ്. അത് തന്നെയാണ് ഇവിടെ അത്തരത്തിലുള്ള മുദരിസ്മാർ വാഴുന്ന അല്ലെങ്കിൽ അത്തരം മൗലവിമാർ വാഴുന്നത് നമ്മുടെ സങ്കേതത്തിലല്ല എന്ന് വളരെ അഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ സാധ്യമാകും. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. മിനൽ കിബരി ഇല തവാലു, കിബറിൽ നിന്ന് തവാലുയിലേക്ക് കൊണ്ടുപോകുന്നവൻ. പിന്നെയോ മിനൽ അദാവതി ഇല നസീഹ, ശത്രുതയിൽ നിന്നും സാമുദായിക ചിത്രതയിൽ നിന്നും ഈ ഉമ്മത്തിന്റെ നസീഹത്തിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നവർ. സമുദായത്തിൽ ഭിത്തി കെട്ടാൻ വേണ്ടി പഠിപ്പിച്ചവനല്ല, മദ്രസയുടെ ഭിത്തി കെട്ടണമെന്ന് പറഞ്ഞു തന്നവനല്ല, മനസ്സുകൾക്കിടയിൽ ഭിത്തി കെട്ടണമെന്ന് പഠിപ്പിച്ചവരല്ല, ആ ചിത്രതകൾ പറയാതെ സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിച്ചവർ. മിനൽ അദാവതി ഇല നസീഹ, അദാവത്തിൽ നിന്ന് നസീഹത്തിലേക്ക് കൊണ്ടുപോകുന്നവർ. നിങ്ങൾ ഇത് ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണുമെങ്കിൽ നിങ്ങൾ നോക്കണം, അതിന്റെ തൊട്ടടുത്ത് തന്നെ മഹാനായ ഇമാം ഗസാലി തങ്ങൾ ഒരു ആയത്ത് കൊണ്ടുവെക്കുന്നുണ്ട്. അത് വളരെ രസകരമാണ്. അത് വളരെ രസകരമാണ്. ഇമാം ഗസാലി തങ്ങൾ ഈ ആലിമിന്റെ കഥ പറഞ്ഞ് ഹബീബിന്റെ പരിശുദ്ധമായ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് ആരാണ് പണ്ഡിതൻ എന്ന് വിശദീകരിച്ച്, അങ്ങനെ ഒരു മുദരിസിന്റെ മുമ്പിൽ ഇരിക്കണം, അങ്ങനെ ഒരു ആലിമിന്റെ മുമ്പിൽ ഇരിക്കണം എന്ന് മുത്തഅല്ലിമിനെ പഠിപ്പിച്ചു തന്നിട്ട് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കൊണ്ടുവെക്കുന്ന അതിന്റെ നേരെ വിപരീതമായി നിൽക്കുന്ന പണ്ഡിതനെ ഉദാഹരിക്കാൻ വേണ്ടി കൊണ്ടുവച്ച ആയത്ത് രസകരമാണ്. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി, സുബ്ഹാനല്ലാഹ്. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم. പഠിക്കാൻ ഒരുപാടുണ്ട് അവിടെ. ശരിക്കും പഠിക്കുമെങ്കിൽ നന്നായി മനസ്സിലാക്കാൻ ഒരുപാടുണ്ട് അവിടെ. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി, അന്ന് കിട്ടാവുന്ന ഏറ്റവും മുന്തിയ വാഹനപ്പുറത്തു കയറിയിരുന്ന യാത്ര തുടങ്ങിയ ആളാണ് ഖാറൂൻ. അങ്ങനെ തന്നെയാണ് തഫ്സീറുകൾ നോക്കിയാൽ കാണാം. അന്ന് കിട്ടാവുന്ന ഏറ്റവും മുന്തിയ വാഹനപ്പുറത്തു കയറിയ ആളാണ് ഖാറൂൻ. ആലിമല്ലാഞ്ഞിട്ടല്ല, സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ഇൽമു പഠിച്ചയാളാണ്. പക്ഷെ ആ ഇൽമിന്റെ കിബർ, ഇന്നമാ ഊതീതു അലാ ഇൽമിൻ ഇൻദി, ഇതെല്ലാം എനിക്ക് എന്റെ ജ്ഞാനം കൊണ്ട് നേടാൻ കഴിഞ്ഞതാണ്, ആരോടുമില്ല പ്രതിബദ്ധത എന്ന് പറയാൻ തീരുമാനിച്ച ധിക്കാരത്തിന്റെ പേരാണ് ഖാറൂനെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതി, സകലമാന ആഡംബരങ്ങളോടുകൂടെ അവൻ അവന്റെ സമൂഹത്തിൽ യാത്ര തുടങ്ങി. അപ്പൊ ഒരു പറ്റം ആളുകൾ പറയാൻ തുടങ്ങി, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഖാറൂന് കിട്ടിയതുപോലെ നമുക്കും കിട്ടിയിരുന്നുവെങ്കിൽ. ഇന്നഹു ലദു ഹദ്ദിൻ അളീം, അയാളല്ലേ കേമൻ, അയാൾക്കല്ലേ കൂടുതൽ ഓഹരിയുള്ളത്, അയാളല്ലേ സമ്പന്നൻ, അയാളല്ലേ, ബാക്കി ഞാൻ പറയില്ല, അയാളല്ലേ സമ്പന്നൻ, അയാൾക്കല്ലേ കൂടുതൽ ഓഹരിയുള്ളത്. അപ്പോഴാണ് ആ കാലഘട്ടത്തിൽ ആലിം പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഖാലല്ലദീന ഊതുൽ ഇൽമ, ആയത്ത് ശരിക്കും ശ്രദ്ധിക്കണം. ഖാലല്ലദീന ഊതുൽ ഇൽമ, ജ്ഞാനം ലഭ്യമായവർ പറഞ്ഞു തുടങ്ങി. എന്തേ പറഞ്ഞത്?
വൈലക്കും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. ഈ സമ്പത്തിന്റെ പളപളപ്പിനേക്കാൾ പ്രധാനമായി നിൽക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള ആളുകളുടെ പിന്നാലെ പോകലല്ല പ്രധാനം. ആരിഫീങ്ങളും മൗലിയാക്കളും നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രസ്ഥാനത്തിന് നേരെ ശരിയല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവന് സമ്പത്തുണ്ടോ എന്നത് പ്രധാനമേ അല്ല. അവരെന്ത് പ്രകടന പരതകൾ കാണിച്ചാലും പ്രധാനമല്ല. വൈലക്കും, നിങ്ങൾക്കു നാശം. സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. സൽക്കർമ്മം ചെയ്യുകയും പടച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്തവന് ലഭ്യമാകുന്ന പ്രതിഫലം, നാളെ പാരത്രിക ലോകത്തിന്റെ പ്രതിഫലം ലഭ്യമാകണമെങ്കിൽ അതുതന്നെയാണ് ഖൈറെന്ന് പറഞ്ഞു മൂസ നബിയുടെ സമൂഹത്തിലെ ആ കാലഘട്ടത്തിലെ മുഷാവറ മെമ്പർമാർ, ആ കാലഘട്ടത്തിലെ ഉലമാ. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാത്ത് എന്ന മഹാനായ സമുദായ നേതാവിന്റെ ദർസിൽ നിന്ന് അവിടുത്തെ പരിശുദ്ധമായ നേതൃത്വത്തെ ധിക്കരിച്ചു പോയാൽ സമ്പന്നനായിട്ടുകൂടി അയാളുടെ ഈ പറയപ്പെടുന്ന പ്രകടനപരതകളെ അംഗീകരിക്കാതെ ആ കാലഘട്ടത്തിലെ ഉലമാ പറഞ്ഞു, വൈലക്കും, ഇതു നാശമാണ്, ഇതു നാശമാണ്. സൽക്കർമ്മം ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്തവർക്ക് ലഭ്യമാകുന്നതാണ് ഈ അള്ളാഹുവിന്റെ പ്രതിഫലം. അതാണ് വലുതായി നിൽക്കേണ്ടത്, അതാണ് വലുത്. മുത്തല്ലിം സഹോദരന്മാരെ, എവിടെയും കിട്ടാത്ത ഈ ധാർമ്മികമായ ആധ്യാത്മികതയുടെ വലിപ്പം കിട്ടണമെങ്കിൽ ഈ പാരമ്പര്യത്തിൽ ഊന്നി നിൽക്കണം. കാരണം ഇത് ഗുരുത്വം ലഭ്യമായിട്ടുള്ള പരമ്പരയുടെ പേരാണ്. അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു അവസാനം ഈ പരിശുദ്ധമായ ഈ ധർമ്മ സംഹിതയുടെ കൂടെ നിന്ന് വഫാത്താകാൻ, മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മരിക്കണം, നല്ല മരണമാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നോക്കൂ നിങ്ങൾ, ഇമാം ഗസാലി തങ്ങൾ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ നമ്മളിപ്പോ എന്തൊക്കെയോ ആലോചിച്ചു പോവുകയാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥങ്ങളിൽ നമുക്ക് ചില ആളുകളെ കാണേണ്ടി വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ വിശദീകരിക്കണ്ടല്ലോ. എന്റെ അക്ഷരങ്ങളിൽ നിന്ന് വായിക്കാൻ സാധ്യമാകുമെങ്കിൽ പേര് പറയാതെയും തൊട്ടു കാണിക്കാതെയും അടയാളം കാണിക്കാതെയും തിരിച്ചറിയാൻ കഴിയുന്നവർ ഈ ഭൂമിയിൽ, ഈ കേരള ഭൂമികയിൽ ജീവിക്കുന്നുവെന്ന് കൂടി മനസ്സിലാക്കിയാൽ മതി. ഈ രണ്ടു അടയാളങ്ങളും കൃത്യമാണ്. ഏതു പണ്ഡിതന്റെ അടുക്കൽ ഇരിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹദീസാണ് മഹാനായ ഇമാം ഗസാലി തങ്ങൾ കൊണ്ടുവച്ചിട്ട് അതിന്റെ തൊട്ടുടനെ അതിന്റെ നേരെ വിപരീതം വെക്കുമ്പോഴാണ് ഈ ആയത്ത് കൊണ്ടുവച്ചിട്ട് പറയുന്നു, ഇതാണ് ആ പണ്ഡിതൻ, ഇതാണ് ആ പണ്ഡിതൻ. ഏതു പണ്ഡിതൻ? മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ജീവിച്ചയാൾ പണ്ഡിതനാണോ? ആണ്. എങ്ങനെ പണ്ഡിതനാണ്? അറിവുകൾ കൊണ്ടുണ്ടായ ഒരു കൂട്ടിവക്കൽ മാത്രം ഉണ്ടായാലാകാം. അതുകൊണ്ടും സമശീർഷരുടെ മുമ്പിൽ നിന്നിട്ടില്ലെങ്കിൽ പോലും വേണമെങ്കിൽ അങ്ങനെ അങ്ങ് സമ്മതിച്ചു പറയാം. എന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ഇൽമ് ഖശിയത്താകുന്നു എന്ന് പറഞ്ഞുകൊടുത്ത് കാണുന്നില്ല. അതാണ് പ്രധാനം. ഇൽമ് ഖശിയത്താകണം, ഇൽമ് ഖശിയത്താകണം. ഇൽമ് ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും വേണം. അങ്ങനെ ഉൾക്കൊണ്ടാലോ നമ്മൾ അത്ര മോശമായൊരു രീതിയല്ല പഠനങ്ങളിലൂടെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ദർസ് വിദ്യാഭ്യാസത്തിന്റെ രീതിശാസ്ത്രം തന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ചിലപ്പോ പറയും നമ്മൾ നെഹ്വു പഠിക്കുന്നു, സർഫ് പഠിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞാൽ ഇൽമുൽ ഖുർആനും ഹദീസും അതുപോലെ തന്നെ പിന്നെ മആനിയും മന്തിഖും ഒക്കെ പഠിക്കുന്നു, കർമ്മശാസ്ത്രം പഠിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വളരെ മോശം നമുക്ക് തോന്നും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ ദർസിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള കുട്ടികൾ കർമ്മശാസ്ത്ര സംബന്ധിയായും അതുപോലെ തന്നെ നെഹ്വിയായുമുള്ള കുറെ സങ്കേതങ്ങളുടെ അർത്ഥങ്ങൾ ഇംഗ്ലീഷിൽ കൊടുക്കുന്നുണ്ട്. ഞാനത് വായിച്ചുകൊണ്ട് മാത്രം പറയല്ല, പക്ഷേ ഇതിനൊക്കെ നേരെ അർത്ഥം വെച്ച് നോക്കൂ നിങ്ങൾ. ഇംഗ്ലീഷിൽ ജൂറിസ്പ്രുഡൻസ് എന്നാ പറയാ കർമ്മശാസ്ത്രത്തിൽ. അതിന്റെ ഉസൂലുൽ ഫിഖിനാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയാ. ഏതു നിയമ വിദ്യാർത്ഥിയോടും ചോദിച്ചു നോക്കൂ നിങ്ങൾ, ആദ്യം അവന്റെ ഈ നിയമ പഠനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജൂറിസ്പ്രുഡൻസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ജൂറിസ്പ്രുഡൻസ് പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഇൻഹെറിറ്റൻസ് ലോ പഠിക്കുന്നുണ്ട്. നിങ്ങൾ മോശക്കാരല്ല. നിങ്ങൾ ഇൻഹെറിറ്റൻസ് ലോ പഠിക്കുന്നുണ്ട്. നിങ്ങൾ പീനൽ സെക്ഷൻ പഠിക്കുന്നുണ്ട്, ജിനായാത്ത് പഠിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, കർമ്മശാസ്ത്രം പഠിക്കുമ്പോൾ അതിന്റെ വലിയൊരു വിഭാഗം കോൺട്രാക്ട് പഠിക്കുന്നുണ്ട്. ഇങ്ങനൊന്നും നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. കോൺട്രാക്ട് പഠിക്കുന്നുണ്ട്. മുആമലാത്ത് മുഴുവൻ കോൺട്രാക്റ്റാണ്. നിക്കാഹ് കോൺട്രാക്റ്റാണ്. അള്ളാഹു തന്നെ പറയുന്നു, അള്ളാഹു പറയുന്നു, ആ പെണ്ണുങ്ങളുടെ കൈ, ആ പെണ്ണുങ്ങൾ നിങ്ങളുടെ അടുക്കൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഒരു ബലിഷ്ഠമായ കരാറാണ്, ഒരു കോൺട്രാക്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ഈ കോൺട്രാക്ട് ഒന്നുകിൽ പടച്ചോ നിശ്ചയിച്ച ഒരു കോൺട്രാക്റ്റിൽ ജീവിക്കണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് നിശ്ചയിച്ച ഒരു കോൺട്രാക്റ്റിൽ ജീവിക്കണം. ഇവിടെയാണ് ഈ കോമൺ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച വരുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തേ IPC എന്ന പേരിൽ
ഇസ്ലാമിക് പീനൽ കോഡിനെ കുറിച്ച് ആരും ചോദിക്കുന്നില്ലല്ലോ. എല്ലാം പറയുമ്പോൾ ആകപ്പാടൊരു കുറഞ്ഞ വിഷയത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ കോമൺ കോഡിന്റെ പേരിൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഏതാ പ്രശ്നം? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ശരീഅത്തനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം ശരീഅത്ത് എല്ലാ അർത്ഥത്തിലും നടപ്പിലാക്കണമെന്നൊന്നുമല്ല. ആണോ? ഞാൻ പറയട്ടെ, ശരീഅത്ത് എന്ന് പറയുന്നതിലെ ഒന്നാം പാദം നിൽക്കുന്നത് ഇബാദത്താണ്. ഇബാദത്തുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റിന് പ്രത്യേക പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയില്ല. രണ്ടാമത്തെ ഭാഗത്ത് നിൽക്കുന്നത് മുനാക്കഹാത്താണ്. മുനാക്കഹാത്തിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നാം സ്റ്റേറ്റിനോട് പറയുന്നു, മുനാക്കഹാത്ത് ഞങ്ങൾക്ക് തരണം. അത് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ തീരുമാനിച്ച മതവിധി അനുസരിച്ച് പോകാൻ നിങ്ങൾ അനുവാദവും സ്വാതന്ത്ര്യവും തരണം. സകല മുആമലാത്തും അങ്ങനെ ആക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മുആമലാത്ത് വരുമ്പോൾ പലപ്പോഴും അന്യമത സമൂഹങ്ങൾ കയറി വരാം. അവിടെ ഒരു സ്വകാര്യമായി മുസ്ലിം വ്യക്തിയുടെ ജീവിതം മാത്രമായി വരുന്നില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ അത് അങ്ങോട്ട് വിട്ടുകൊടുത്തു. ഇനി ജിനായാത്ത് വരുമ്പോഴോ, ജിനായാത്ത് ഒരിക്കലും മുസ്ലിങ്ങളുടെ വ്യക്തി നിയമമല്ല, അത് സാമൂഹിക നിയമമാണ്. ഉദാഹരണം പറയാം, ഒരാൾ 3 വഖത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ അയാളെ ഏതെങ്കിലും ചുവന്ന കുന്നിലോ മറ്റോ കൊണ്ടുപോയി ശരിയാക്കേണ്ട ഒരു ഗതികേടും ബാധ്യതയും മുസ്ലിങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഏറ്റെടുത്തവർക്ക് പിന്നെ ഭരണകൂടങ്ങൾ മാറുമ്പോഴൊക്കെ അടിയും കാലും പിടിക്കേണ്ടി വരുന്ന ഗതികേട് കാണുമ്പോൾ ഫിഖ് നേരാമണ്ണം നോക്കാതെ പോയ പാരമ്പര്യത്തിന്റെ പ്രശ്നമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനോ. അതാണ് കാരണം ജിനായത്തുമായി ബന്ധപ്പെട്ട ഒന്നും നമ്മൾ ഏൽക്കേണ്ട ആവശ്യമില്ല. ഒരാൾ കള്ളു കുടിച്ചു, ഹദ് ചെയ്യാൻ ആവശ്യമാകുന്ന ഒരു പണിയും നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. ഒരാൾ പരസ്യമായി വ്യക്തമായി ഇസ്ലാമിക ശരീഅത്തിന്റെ നിബന്ധന പ്രകാരമുള്ള വ്യഭിചാരം ചെയ്തു എന്ന് ഉറപ്പാക്കപ്പെടുന്ന എല്ലാ സാഹചര്യവും ഉണ്ടായി. അയാളുടെ രീതി അനുസരിച്ച് അയാൾ വിവാഹിതനാണെങ്കിൽ വിവാഹിതന്റെയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവന്റെയോ ഹദ് അവർക്കു നേരെ നടപ്പിലാക്കണമെന്ന് വ്യക്തിയോടോ അല്ലെങ്കിൽ ചെറു സമൂഹത്തോടോ അള്ളാഹു ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ വിഷയത്തിൽ വളരെ പരിമിതമല്ലേ നമ്മുടെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴുള്ളത്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. വളരെ പരിമിതല്ലേ? The law of decision in cases where the parties are Muslims shall be the Muslim personal law എന്ന് പറയുന്ന മുസ്ലിം ഇസ്ലാമിക ശരീഅത്ത് സംബന്ധിയായി 937 ഇനാക്ട് ചെയ്യപ്പെട്ട നിയമത്തിന്റെ 2ാം സെക്ഷൻ പറയുന്നത് കുറഞ്ഞ കാര്യങ്ങൾ, അതായത് വിവാഹം, വിവാഹ ജീവിതത്തിനു ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വസിയത്ത്, വഖഫ് പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് the law of decision where the parties are Muslims shall be the Muslim personal law. അത്രേ ഉള്ളൂ. എല്ലാ ആളുകളും പറഞ്ഞു കേട്ടാൽ ശരീഅത്ത് എന്ന് പറയുന്നത് മുഴുവൻ നടപ്പിലാക്കണമെന്നോ, ചില വലിയ നിയമത്തിന് പോലും ചോദിക്കുന്നുണ്ട്, മുസ്ലിം ശരീഅത്ത് മുഴുവൻ നടപ്പിലാക്കാൻ എന്തേ മുസ്ലിങ്ങൾ ആവശ്യപ്പെടാത്തത്? ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മുസ്ലിമായി ജീവിക്കാൻ എന്ത് ആവശ്യമില്ല? ജിനായത്ത് നടപ്പിലാക്കണമെന്ന് ആവശ്യമില്ല. നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ നടപ്പിലാക്കിക്കോ, അപ്പൊ നമുക്ക് കാണാം അല്ലേ? നോക്കൂ നിങ്ങൾ കുട്ടികളെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമവ്യവസ്ഥിതിയാണ് നിങ്ങൾ പഠിക്കുന്ന അതേ ലോ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നതിൽ പലതും അല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരാൾ പിഴവിൽ കൊന്നുപോയാൽ അയാൾക്ക് എങ്ങനെ ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ അറിഞ്ഞിട്ട് കൊന്നതാണോ എന്ന് പരിശോധിക്കണം ഇസ്ലാമിക ശരീഅത്ത്. അതേ സാധനം തന്നെയാണ് നമ്മുടെ IPC-യിലും പറയുന്നു. മെൻസ്രിയ ശരിയായിട്ടുണ്ടെങ്കിൽ അപ്പൊ നോക്കണം. എന്താ മെൻസ്രിയ? അയാളുടെ ഇന്റൻഷൻ, അയാൾ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു കൊന്നതാണോ അത് അബദ്ധവശാൽ സംഭവിച്ചു പോയതാണോ എന്ന് ആലോചിക്കണം. അപ്പൊ സംഭവം എവിടെയാണ്? നമ്മുടെ IPC തന്നെയാണ് സാധനം. ഇനി നോക്കൂ, ഈ ജുഡീഷ്യൽ പ്രോസസ് മുഴുവൻ ആലോചിച്ച് നോക്കൂ. വക്കീലാരാ? വക്കീലിന് വക്കാലത്ത് കൊടുത്തു, മുൻസിഫിന്റെ മുമ്പിൽ പോയി, കൊടുത്ത ഹർജി റദ്ദു ചെയ്തു, കോടതി ആമീനെ ഏൽപ്പിച്ചു, അയാളുടെ കയ്യിൽ നിശ്ചിത തുക വസൂലാക്കാൻ വേണ്ടി കോടതി തീരുമാനിച്ചു. നോക്കൂ നിങ്ങൾ, വക്കാലത്ത്, വക്കീല്, ആമീൻ, മുൻസിഫ്, റദ്ദ്, വസൂല്, ഇതൊക്കെ എവിടുന്ന വന്നതാണ്? ഈ ശരീഅത്താണ്. ജുഡീഷ്യൽ പ്രോസസിന്റെ മുഴുവൻ വഴിയും പഠിച്ചോളൂ, നിങ്ങൾക്ക് കാണാനാകും. എവിഡൻസ് ലോ എടുത്തു നോക്കിയാൽ മുഴുവനും ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നതാണ്. കാരണം എവിഡൻസ് ലോ അല്ലാതെ യൂറോപ്പിന് അറിയില്ല. ഇവിടെ എവിഡൻസ് ലോ ഉണ്ട്, അത് വളരെ നീതിമത്താണ്. ആ എവിഡൻസ് ലോ വാദി കൃത്യമായി തെളിയിക്കേണ്ട വിധം അവനെ ബാധ്യത ഏൽപ്പിച്ചുകൊണ്ട് ആ കാര്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന നമ്മുടെ നിയമരീതി എത്ര നീതിമത്താണ്. മഹാനായ
മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഖാലി ശുറൈഹ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിന്റെ ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഖലീഫ, ഇസ്ലാമിക സമൂഹത്തിന്റെ ഖലീഫ. അമീറുൽ മുഅ്മിനീന് പറയാനുണ്ടായിരുന്നത് എന്റെ പടയങ്കി ഇന്നയാൾ കട്ടിട്ടുണ്ട് എന്നാണ്. ആ ജൂതനെ കൊണ്ടുവന്ന് ഖലീഫ ഖാലി ശുറൈഹിന്റെ മുമ്പിൽ നിർത്തുമ്പോ ഖാലി ശുറൈഹിന്റെ ചോദ്യം ഇതാണ്: അങ്ങ് പറയുന്നത് അംഗീകരിക്കാമായിരുന്നു, പക്ഷേ അങ്ങക്ക് തെളിവായി കൊണ്ടുവരാൻ സാക്ഷികൾ ആരാണ്? ഖാലി ശുറൈഹ് റളിയല്ലാഹു തആല അൻഹുവിനോട് അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മകൻ ഹസനുണ്ട് സാക്ഷിയായി, എന്റെ ഭൃത്യനുണ്ട് സാക്ഷിയായി. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അത് പറയുമ്പോ മഹാനായ ഖാലി ശുറൈഹ് പറയുന്നത് ഇതാണ്: അങ്ങയുടെ രണ്ട് പ്രധാനപ്പെട്ട, ഒരാൾ മകനും മറ്റൊരാൾ ഭൃത്യനുമായിരിക്കെ അവരെ വച്ചിട്ട് സാക്ഷികൾ എന്ന നിലക്ക് എണ്ണാൻ പാടില്ല. കാരണം ആധുനിക നിയമം അനുസരിച്ച് പോലും അത് ബയസ്ഡ് ആണ്, പക്ഷപാതപരമാണ്. ഇപ്പൊ ഇവിടെ വന്ന ജഡ്ജ് അദ്ദേഹത്തെ കുറിച്ച് പറയാണ്, അങ്ങ് ഈ ന്യായാധിപ സ്ഥാനത്തിരിക്കുമ്പോ ഞാൻ ഇവിടെ വന്നാൽ എനിക്ക് നീതി കിട്ടില്ല, കാരണം അങ്ങയുടെ കുടുംബ ബന്ധുവാണ് എതിർപക്ഷത്ത് നിൽക്കുന്നത്, സ്വാഭാവികമായും അങ്ങ് ബയസ്ഡ് ആണെന്ന് പറഞ്ഞാൽ ജഡ്ജ് എഴുന്നേറ്റ് പോകണം. എവിടുന്ന് വന്നതാ? ഖാലി ശുറൈഹ് പറഞ്ഞു, അങ്ങ് ബയസ്ഡ് ആണ്, കാരണം അങ്ങയുടെ സാക്ഷികൾ ബയസ്ഡ് ആണ്. സോ അതുകൊണ്ട് അങ്ങയുടെ ഈ തീരുമാനം, അങ്ങയുടെ ഈ പടയങ്കി അങ്ങയുടേതാണെന്ന് പറയാൻ എനിക്ക് വകുപ്പില്ല, അങ്ങ് പൊറുക്കണം. സുബ്ഹാനല്ലാഹ്. അത് പറഞ്ഞിറങ്ങിപ്പോകുമ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പരിശുദ്ധ റസൂലിന്റെ ജമാതാകുന്ന മാത്രമല്ല ഹബീബിന്റെ പ്രിയപ്പെട്ട അവിടുത്തെ പരിശുദ്ധയായ പുത്രിയാകുന്ന സയ്യിദത്തുന ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മകൻ, സ്വർഗത്തിലെ കുമാരൻ എന്ന് മുഹമ്മദ് മുസ്തഫ വിളിച്ച ആ പൊന്നുമോന് ഈ സാക്ഷി നിൽക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് കേട്ടപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ തന്നെ ചോദിച്ചു, ഈ പൊന്നുമോൻ സ്വർഗത്തിലെ കുമാരൻ എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനത്തെ കുട്ടിയല്ലേ എന്റെ കുട്ടി എന്ന് പറയുമ്പോഴും അങ്ങയുടെ മകനാണെന്നതാണ് പ്രധാനം. അതുകൊണ്ട് അങ്ങയുടെ മകനെ വച്ചിട്ട് സാക്ഷി വിസ്താരം നടത്തിയാൽ അത് സാധ്യമല്ലെന്ന് പറയാൻ ഖാലി ശുറൈഹിനെ പ്രേരിപ്പിച്ച ജുഡീഷ്യൽ പ്രോസസ് അതൊന്നും നിലനിൽക്കുന്നു. കുട്ടികളെ, നിങ്ങളിതൊക്കെ പഠിക്കുമ്പോൾ ഇതെല്ലാം വരുന്നുണ്ട്. നിങ്ങൾ നാളെ മുതൽ പറയണം, ഞങ്ങൾ ജൂറിസ്പ്രുഡൻസ് പഠിക്കുന്നുണ്ട്, ഞങ്ങൾ ഇൻഹെറിറ്റൻസ് ലോ പഠിക്കുന്നുണ്ട്. പറഞ്ഞോ, ഇസ്ലാമിന്റെ ഇൻഹെറിറ്റൻസ് ലോയിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റിയ ഒന്നും അനന്തരാവകാശ നിയമമായി ഇന്നേ വരെ ഈ ഭൂമിയിൽ ഒരു മതത്തിന്റെയും ഭാഗമായി ലഭ്യമേ അല്ല എന്നതുകൊണ്ടാണ് 2005 ഹിന്ദു പെൺകുട്ടിക്ക് അവളുടെ അനന്തരാവകാശം പിതാവിന്റെ വഴിയിലൂടെ ലഭ്യമാകണമെന്ന് പറയാൻ ഇന്ത്യയുടെ പാർലമെന്റ് ഒരു നിയമം കൊണ്ടുവന്ന് അമെൻഡ് ചെയ്തത്. 1400 കൊല്ലം മുമ്പ് ആകാശത്തിന്റെ ലെജിസ്ലേഷൻ വന്നത് ഈ പെൺകുട്ടിക്ക് അവളുടെ പിതാവിൽ നിന്ന് സ്വത്തവകാശം ഉണ്ടെന്ന് പറയാനാണ്. 2005 കഴിഞ്ഞ UPA ഗവൺമെന്റ് കാലത്താണ് പാർലമെന്റ് അമെൻഡ് ചെയ്യുന്നത്. എന്തേ കാരണം? അവിടെ വരെ വരേണ്ടി വന്നു ഹിന്ദു അനന്തരാവകാശ നിയമങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് ആലോചിക്കാൻ. എങ്കിൽ എത്രയോ നൂറ്റാണ്ട് മുമ്പാണ് പരിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത്. കർമ്മശാസ്ത്രം അത് കൃത്യമായി നിങ്ങളെ പഠിപ്പിച്ചു തരുമ്പോ ഇന്നും നല്ല വക്കീലുമാർക്ക് പോലും ഈ വിഷയ സംബന്ധമായി അറിയാതെ പോകുമ്പോ നമ്മുടെ ആലിമീങ്ങൾ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. കൃത്യമായി അത് സംബന്ധിയായ ഒരു കാര്യത്തിലും ഒരു സംശയമില്ലാത്ത എത്ര മഹാരഥന്മാർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ജീവിക്കുന്നു, ജീവിച്ചു പോയി. ഒരിക്കൽ ഇസ്ലാമിക് സെന്ററിൽ വന്നൊരു കഥ പറയാറുണ്ട്. മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു ടീമാണ്. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഗൾഫിൽ നിന്ന് വരാൻ, ഒരു കുടുംബ സ്വത്തിന്റെ തർക്കമാണ്, ഞങ്ങൾക്കൊരു 15 ദിവസത്തിനുള്ളിൽ പോകണം. അതിനു മുമ്പ് പിന്നെ അത് സംബന്ധിയായ ഒരു പരിഹാരം ലഭ്യമാകാൻ ആരുടെ അടുക്കൽ പോകണം? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. മൂപ്പരുടെ വീടൊന്ന് പറഞ്ഞു തരുമോ? ഇന്നത്തെ ജനറൽ സെക്രട്ടറി അഭിനന്ദനായ സത്താർ പറയുന്നു, ആ സ്ഥലം പറഞ്ഞു കൊടുത്തു. പോകുന്ന നേരത്തെ ഇവർ ചോദിച്ചു സ്വകാര്യമായിട്ട്, അങ്ങനെ ഒരു 15 ദിവസമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ, ഈ സമയത്തുള്ളിൽ ആ പരിപാടി വല്ലതും ചെയ്ത് കിട്ടുമോ? സ്വത്ത് വീതം വെക്കലിന്റെ കണക്ക് പറഞ്ഞു തരുമോ? അപ്പൊ പറഞ്ഞു, നിങ്ങളൊന്ന് എഴുതി കൊടുക്കുക, അതിന്റെ മറുഭാഗത്ത് അതേ പേപ്പറിന്റെ പിറകിൽ കൃത്യമായി നിങ്ങൾക്ക് അതിന്റെ മറുപടി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത്ര വിശ്വാസമായിരുന്നില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവർ അത്ഭുതത്തോടെ പറഞ്ഞു, ചെന്നു പറഞ്ഞു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, തിരിച്ചു വന്നപ്പോൾ ആ അതേ പേപ്പറിൽ തന്നെ കൃത്യമായി ഇത് എഴുതി കൊടുത്തു. മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. നമ്മുടെ കാലഘട്ടത്തിന്റെ ചരിത്രത്തിന്റെ ഇതിഹാസങ്ങൾ നടന്നകലുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ കൂടെ കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. കുട്ടികളെ, ഈ വിദ്യാഭ്യാസത്തിന് ഒരു കുറവും വരില്ല. ഇനി നിങ്ങൾ ഇത് പഠിച്ചാലോ നിങ്ങൾക്ക് മറ്റു പഠിക്കാനുള്ള എല്ലാ ഊർജവും കിട്ടും. പഠിക്കണമെന്നേ ഉള്ളൂ. ഇപ്പോ
ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു വലിപ്പം പറയാമെന്ന് വിചാരിച്ചു പോകരുത്, അതെനിക്കൊരു പേടിയാണ്. പക്ഷെ എന്നാലും ഈ പഠനകാലത്ത് തന്നെ പിന്നെ MA വരെ പോകാൻ അള്ളാഹു എനിക്ക് ആ അർത്ഥത്തിൽ അവസരം തന്നു. ഞാനിവിടെ ജാമ്യയിൽ വരുമ്പോൾ അന്ന് KK ഉസ്താദിന്റെ മുമ്പിൽ ചെന്ന് സംസ്കൃതം പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് തുടരാൻ, അതിൻ്റെ ബന്ധം വിടാതിരിക്കാൻ ഈ ഒറോമ്പുറം ഭാഗത്ത് ഒരു പ്രഗത്ഭനായ ഒരു സംസ്കൃത അധ്യാപകനുണ്ട്, വെറുതെ ഞാനൊന്ന് പോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ പേടിച്ചു ചെന്ന സമയമുണ്ട്. ഞാൻ വിചാരിച്ചു ഉസ്താദ് എന്നെ വിടില്ലായിരുന്നു. പക്ഷെ എന്നെ വളരെ സന്തോഷപൂർവ്വം ഉസ്താദ് പറഞ്ഞു, നീ റഖീമിനോട് പറഞ്ഞ് എല്ലാ അസ്ർ നമസ്കാരാനന്തരവും നിനക്ക് പോയി തിരിച്ചു വരാനുള്ള സമയം തരാം, അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഞാൻ ആലോചിച്ചു പോയി, പരമ്പരാഗതമായ ഈ പഠനം നടത്തിയ ഒരു മഹാമനുഷ്യൻ. പക്ഷെ ഉസ്താദിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു, ശുദ്ധ മലയാളം കൃത്യമായി അറിയുന്നൊരു മഹാനായിരുന്നു KK അബ്ദുള്ള മുസ്ലിയാർ. നബ്ബറല്ലാഹു മർഖദ, നബ്ബറല്ലാഹു മർഖദ. ഒന്ന് പറയൂ കുട്ടികളെ, ആമീൻ. നബ്ബറല്ലാഹു മർഖദ. എനിക്ക് വലിയ കടപ്പാടുണ്ട് അത്തരം മഹാന്മാരുമായി, വലിയ വലിയ കടപ്പാടുണ്ട്. ഞാൻ ആലോചിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സഹായം ലഭ്യമാകുമെന്ന്. പക്ഷേ അങ്ങനെ ഒന്ന് പഠിക്കുമെങ്കിൽ നീ അങ്ങനെ പഠിക്കണം എന്നായിരുന്നു വന്ദ്യരായ ശൈഖുന എന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് നമ്മളെയൊക്കെ വളർത്തിയത്. ശരിക്കും പറഞ്ഞാൽ പറിച്ചു മാറ്റാൻ കഴിയാത്ത വിധം അഭേദ്യമായൊരു വലിയ ബന്ധമുണ്ട് ഈ മഹാപ്രസ്ഥാനത്തോടും ഈ മഹാസ്ഥാപനത്തോടും. എന്തുകൊണ്ടെന്നാൽ നമ്മളൊന്നുമല്ല, അതിനേക്കാൾ വലിയ വലിയ മനുഷ്യരെയൊക്കെ അവരുടെ ജീവിതത്തിന്റെ പ്രചോദനത്തിന്റെ കേന്ദ്രമായി നിന്നിരുന്ന പ്രകാശഗോപുരമാണ് ഈ കാണുന്നത്. ഈ ചീനിമുറ്റം എത്ര വലിയ മനുഷ്യർ കാലുവച്ചു നടന്ന സ്ഥലമാണ്. എത്ര വലിയ മഹാരഥന്മാരായ ഉലമാക്കളും പഠിച്ചുപോയവരും പഠിപ്പിച്ചവരുമായി ഈ ഭൂമികയുടെ, ഈ സ്ഥലത്തിന്റെ ധന്യതയുടെ നിറച്ചാർത്തുകളായി, ചരിത്രത്തിന്റെ വർണ്ണപുഷ്പങ്ങളായി നമ്മുടെ ഓർമ്മകളിൽ ഇങ്ങനെ മന്ദഹാസത്തോടെ തൂകി നിൽക്കുന്നുണ്ട് ആ മഹത്തുക്കൾ. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഒരിക്കലും ഇവിടെ വന്നപ്പോൾ ജാമ്യയിൽ വെച്ച് ക്ലോണിംഗ് അവതരിപ്പിച്ചു. ക്ലോണിംഗ്, അന്ന് ക്ലോണിംഗ് ഒരു വലിയ ചർച്ചയായിരുന്നു, ശാസ്ത്ര സംബന്ധിയായ ഒരു വലിയ പ്രശ്നമാണ്. എങ്ങനെയാണ് ക്ലോണിംഗ് എന്ന വിഷയത്തെ ഉസ്താദ് എങ്ങനെ അവതരിപ്പിക്കുമെന്ന് ആലോചിച്ചു. പക്ഷെ മനോഹരമായി ക്ലോണിങ്ങിന്റെ അന്നത്തെ കാലത്ത് ആധുനിക ശാസ്ത്രം പറഞ്ഞു വച്ചതിനെ തുഹ്ഫ മാത്രം മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു. ഇപ്പോഴും ചില ആൾക്കാർ ചോദിക്കണ്ടല്ലോ, ആധുനിക പ്രശ്നങ്ങളുടെ സമസ്യയുടെ പരിഹാരം കിട്ടാൻ ഖുർആനും ഹദീസും നേരെ നോക്കിയാലേ നടക്കൂ എന്ന് പറയുന്നവരാലോചിക്കണം. തുഹ്ഫ മാത്രമായിരുന്നു ആ ഇബാറാത്തുകൾ. തുഹ്ഫ മാത്രമാണ് ആ ഇബാറത്ത്. ഹദീസുകളുണ്ട്, ആയത്തുകളുണ്ട്, ശരി. പക്ഷെ അതിലെ ഫിഖഹിയായ ഇബാറത്തുകൾ മുഴുവൻ തുഹ്ഫത്തുൽ മുഹ്താജാണ്. ഞാൻ വന്ദ്യരുടെ മുമ്പിൽ ചെന്ന് ചോദിച്ചു, ഞാനതൊന്ന് എഴുതിക്കോട്ടെ, അതൊന്ന് റെക്കോർഡ് ചെയ്ത പ്രകാരം തന്നെ എഴുതാൻ. എന്നിട്ട് അങ്ങനെ അവിടുന്ന് പറഞ്ഞ പ്രകാരമുള്ള കിതാബുകൾ തന്നെ നോക്കി ഞാൻ അങ്ങനെ ഒരു ലേഖനം എഴുതി. സത്യത്തിൽ അന്നത്തെ അൽമുനീറിന്റെ ഏറ്റവും നല്ല ലേഖനം അതാണ്. ഞാൻ ഒന്ന് വായിച്ചു കൊടുക്കുമ്പോൾ പറയുന്നു, എൻ്റെ സംസ്കൃതം വല്ലാതെ പറയണ്ട, കുറച്ചുകൂടി ലളിതാക്കിക്കോളെ. അന്ന് ഈ പഠിച്ചു പോയതുകൊണ്ട് ഇപ്പം ഞാൻ വളരെ കുറഞ്ഞേ പറയാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ ചില ആളുകളൊക്കെ അതങ്ങനെ വല്ലാതെ കട്ടികൂട്ടി പറയുന്നു എന്നുള്ള ഒരു പരാതി വന്നപ്പോൾ ഞാനൊന്നും കൂടി കുറച്ചു ഒരുപാട്. അന്ന് പക്ഷെ പഠിക്കണ കാലമാണല്ലോ, അപ്പോൾ കുറച്ച് കൂടും സ്വാഭാവികമാണ്. അതുകൊണ്ട് നല്ല പിന്നെ കുറച്ച് കട്ടിയുള്ള പദങ്ങളുടെ പ്രയോഗങ്ങൾ നടത്തിയപ്പോഴാണ് ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, എൻ്റെ ആ സംസ്കൃതം ഒന്ന് കുറച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വളരെ കുറച്ച് ഞാൻ അങ്ങനെ എഴുതി കൊടുത്തു, അത് സ്വീകരിച്ചു. നോക്കണം നിങ്ങൾ, എന്തൊരു വിനയത്തിൻ്റെയും എന്തൊരു ലാളിത്യത്തിൻ്റെയും ജീവിത പ്രതീകങ്ങളെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തൊട്ടുചാരെ നമുക്ക് കാണാൻ സാധിച്ചത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരെയൊക്കെ പോലെ അവരോടൊപ്പം സ്വർഗത്തിൽ കൂടാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എവിടെ ചാടിയാലും എങ്ങനെ ചാടിയാലും 4 കാലേ ചാടാം. ഈ 4 ഉണ്ടായാൽ മതി. ഇല്ലെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ ഇടങ്ങാറാവും അല്ലേ? ഇല്ലെങ്കിൽ ഇടങ്ങാറാവും. അപ്പൊ ഇടങ്ങാറാകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ പഠിച്ചേ പറ്റൂ. വേഷം എന്നതുകൊണ്ട് മാത്രമായില്ല, വേഷം വേണം, ജീവിതം നന്നാവണം, ഈ സംഭവം ഉണ്ടാവണം. ഒരു പക്ഷേ ഇപ്പോ നിങ്ങൾക്ക് മാതൃകയായി പലരും ഉണ്ടായി എന്ന് വന്നേക്കാം. ഇപ്പൊ ഒന്നും പഠിക്കണ്ടല്ലോ, ഒന്നും അന്വേഷിക്കാൻ വേണ്ട, നല്ല ഒച്ച ഉണ്ടായാൽ മതി. ആ ഒച്ചയുടെ ഒന്നും പിന്നാലെ നിങ്ങൾ പോകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അതിന് എന്ത് തോന്നിയാലും തോന്നിയില്ലെങ്കിലും ഞാൻ പറയാം, ഒച്ചകളല്ല സമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത്, നിശബ്ദതകളാണ്. നിശബ്ദതകളാണ്. ഒച്ചയിൽ സംസാരിച്ച ആളല്ലല്ലോ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് നബ്ബറല്ലാഹു മർഖദ. ഇവിടെ ഞങ്ങളൊക്കെ ജാമ്യയിൽ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു,
മഹാനവർകൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് 1 മണിക്കൂർ സംസാരിച്ചു. 1 മണിക്കൂർ. അന്ന് ഈ പത്രക്കാർക്ക് എഴുതി കൊടുക്കാനുള്ളത് മുഴുവൻ എഴുതി കൊടുക്കൽ ഞങ്ങളുടെയൊക്കെ പണിയായിരുന്നു. അന്ന് ആ 1 മണിക്കൂറിൻ്റെ മുഴുവൻ ഇങ്ങനെ എഴുതി കൊടുത്തപ്പോൾ പത്രക്കാർ ചോദിച്ചു, ശിഹാബ് തങ്ങൾ പറഞ്ഞു ഇതൊക്കെയെന്ന്. പക്ഷെ തങ്ങൾ പറയാറില്ല. പക്ഷെ അമേരിക്കൻ അനുഭവം എന്ന നിലയിൽ അന്ന് ഗ്രൗണ്ട് സീറോ കണ്ടിട്ട് വരാണ് മഹാനവർകൾ. അന്ന് ആ ഗ്രൗണ്ട് സീറോ കണ്ടിട്ട് വരുമ്പോൾ ആ സമയത്ത് ഇതെല്ലാം കൃത്യമായി വിശദീകരിച്ചപ്പോൾ അതെല്ലാം എഴുതി കൊടുത്തപ്പോഴാണ് പത്രക്കാരുടെ ചോദ്യം. നിശബ്ദതയായിരുന്നു. ജനസാഗരങ്ങൾ മുഴുവനും കാതോർത്തു നിൽക്കുന്ന വിധം ഒരു ജീവിതത്തിന്റെ നായകത്വത്തിൽ നമ്മുടെ ഈ മണ്ണിലൂടെ നടന്നു പോകുമ്പോൾ അലമാലകൾ തീർത്തിരുന്നു. ആ മഹാരഥന്മാരായ സയ്യിദുമാരുടെയും ആലിമീങ്ങളുടെയും ജീവിതത്തിൽ കണ്ടത് ശബ്ദമല്ല. ശബ്ദം വേണ്ടാന്നും നിങ്ങൾ പ്രസംഗിക്കണ്ടെന്നും ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഉള്ളിൽ കനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പരുവത്തിലെത്താൻ വേണ്ടിയുള്ള പണിയെടുത്തിട്ട് വേണം നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങാൻ. ഇല്ലെങ്കിൽ വലിയ അബദ്ധം. കാരണം ഇന്ന് ഒരുപാട് പഠിക്കേണ്ട സമയമാണ്. ഒരുപാട് പഠിക്കണം. കാരണം ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമാകുന്നത് കൊടുക്കാൻ ഒരുപക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ വേറെ പലതും ലഭ്യമായില്ലെങ്കിൽ പോലും ഒന്നുണ്ടാകും. അങ്ങനെ കൊടുക്കുമ്പോൾ സമൂഹത്തിന്റെ പല പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ സാധ്യമാകുന്ന വാക്കുകളായി അത് മാറും. അതിന് പഠിക്കണം. നിങ്ങൾക്ക് ലോ പഠിക്കണം. എന്തേ പഠിക്കാതെ ഇമാം ഗസാലിക്ക് ദർശനങ്ങളുടെ വഴികൾ പഠിക്കാനാകുമായിരുന്നുവെങ്കിൽ, മഹാനായ അബുൽ ഹസൻ അശ്അരി തങ്ങൾക്ക് ദാർശനികമായ മറ്റു വ്യത്യസ്തതകളെ പഠിക്കാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന സെക്കുലർ എന്നോ ആത്മീകമെന്നോ പറയാനാവാത്ത വിധം ഇതെല്ലാം പഠിക്കാൻ അനുവദിക്കപ്പെടുക തന്നെ ചെയ്യും. പഠിക്കണം. നിങ്ങൾ ലോ പഠിക്കണം, നിങ്ങൾ പിന്നെ മറ്റു ഭാഷകൾ പഠിക്കണം. പക്ഷേ അടിസ്ഥാനം ഞാൻ പറഞ്ഞ പോലെ ഈ ചീനി മരച്ചുവട്ടിൽ ഈ വേരുകൾ ഏതുപോലെ ഇറങ്ങി നിൽക്കുന്നുവോ അതുപോലെ നിൽക്കാൻ കഴിയുന്ന വിധം അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ ദീനിന്റെ ഉലൂമ പഠിക്കാൻ ആവശ്യമാകുന്ന ദർസിന്റെ പാരമ്പര്യത്തിന്റെ മഹത്വത്തിൽ നിന്നുകൊണ്ട് ഇത് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ നഹ്വും സർഫും മന്തിഖും മആനിയും ഫിഖ്ഹും ഒക്കെ സാമാന്യേന നന്നായി പഠിച്ചു വരുന്ന ഒരു അർത്ഥത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയും. ഇല്ലെങ്കിൽ വലിയ ഇടങ്ങാറാവും. കുറെ കാലം ഇങ്ങനെയൊക്കെ പോയതിനു ശേഷം ഇടങ്ങാറാവും. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ പഴയ പോലെയല്ല, ആളുകൾ തിരിച്ചു ചോദിച്ചു തുടങ്ങി. ഇപ്പോ പണ്ടൊക്കെ കുറെ ഇംഗ്ലീഷ് കൊട്ടേഷൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സംഗതി ഉഷാറാന്ന് പറയുന്നു. എനിക്കിപ്പോ തോന്നാണ് ഇപ്പൊ അങ്ങനെയല്ല, ആളുകൾ ചോദിക്കാൻ മസ്അല പറയാൻ കിട്ടുമോ? പള്ളിയിൽ നിന്നാൽ ആളുകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റുമോ? എങ്കിൽ മതി ആ മുസ്ലിയാരെ എന്ന് പറയുന്ന ഒരു കാലം വന്നു തുടങ്ങി. ഇനി വരും, ഡിമാൻഡ് കൂടും. കാരണം എപ്പോഴാണ് ഡിമാൻഡ് ഉണ്ടാവുമെന്നറിയോ? അപൂർവത വരുമ്പോഴാണ്. അപൂർവത ഇല്ലാതിരിക്കുമ്പോൾ ഡിമാൻഡ് ഉണ്ടാവൂല. ഇപ്പോ മൂല്യമാര് പോലും ഇത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് പഠിക്കാൻ. അങ്ങനെയെങ്കിൽ അപൂർവമായി വരികയാണ് ദീനീയ ഉലൂമുകൾ. അപ്പോൾ ദീനീയ ഉലൂമുകൾ മനോഹരമായി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ വലിപ്പമുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ജീവിക്കാനും പറ്റും, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എന്തിനു ജീവിക്കണം? അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിക്കണം. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിക്കണം. അപ്പൊ ഈ പറയപ്പെടുന്ന എല്ലാം ലഭ്യമാവുകയും ചെയ്യും, ഒരു കുഴപ്പമില്ല. നല്ല ആലിം നോക്കൂ നിങ്ങൾ, ശംസുൽ ഉലമ ഒരു IAS ഓഫീസർ ആകാൻ വലിയ പണിയൊന്നുമില്ല. അത്ര ബുദ്ധിയും അത്ര കേമത്തും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു IAS ഓഫീസർ മരിച്ചു പോയിരുന്നുവെങ്കിൽ നമ്മളാരും ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ എന്ന് കേൾക്കുമ്പോൾ ഹൃദയം പിടക്കുകയും ചുണ്ടുകൾ വിതുമ്പുകയും ചെയ്യുന്നൊരവസ്ഥയിൽ എത്തുമായിരുന്നില്ല. എന്തുകൊണ്ടാണത്? എത്ര മനുഷ്യരുടെ ആത്മീക ജീവിതത്തിന്റെ വെളിച്ചമായി മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ. പേര് പോലും പറയാൻ നമുക്ക് അങ്ങനെ പറയാൻ പേടി തോന്നുന്ന വിധം ജീവിതത്തിന്റെ ധന്യതയുടെ മുഴുവൻ നിറച്ചാർത്തായി നിൽക്കുന്നത് മഹാനായ ശംസുൽ ഉലമയായിരിക്കെ ബുദ്ധിവൈഭവത്തിന്റെ പേരിലാണ് അങ്ങനെ പോകണമായിരുന്നുവെങ്കിൽ സുറിയാനി പഠിച്ചെടുക്കാൻ കഴിഞ്ഞത് ഈ മഹാപണ്ഡിതന്, ഇംഗ്ലീഷിൽ പ്രഗത്ഭമായി പറയാൻ കഴിഞ്ഞത് മഹാപണ്ഡിതന്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം ഭീഷണി എന്ന് പറയാവുന്ന ശരീഅത്തിന്റെ പ്രശ്നം വന്നപ്പോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയെ കൃത്യമായി അവലംബിച്ചുകൊണ്ട് തന്നെ ഭരണഘടനാപരമായി വിശദീകരിക്കാൻ സാധ്യമായിരുന്ന ഒരു ഭരണഘടനാ വിശാരദനായി നിൽക്കാൻ സാധ്യമായ മഹാപണ്ഡിതന് വേണമെങ്കിൽ മറ്റു പഠനങ്ങളുമായി മുന്നോട്ട് പോകാമായിരുന്നില്ലേ? പക്ഷേ അങ്ങനെ പോയിരുന്നുവെങ്കിൽ ഈ ഉമ്മത്ത് ഓർക്കുമായിരുന്നില്ല എങ്കിൽ ഇന്ന് കാലങ്ങൾ എത്ര പോകുമ്പോഴും ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ധന്യതയുടെ മുമ്പിൽ കണ്ണുനീരോടുകൂടെ നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ മഹാനായ ശൈഖുനക്ക് എങ്ങനെ സാധ്യമായി? അതിനൊക്കെ വലിയ എന്തു വലിപ്പാടോ നമുക്ക് കിട്ടേണ്ടത്. അക്ബർ ചക്രവർത്തി മരിച്ചു എന്ന് പറയുമ്പോൾ
ഇന്നും അക്ബർ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് അയാളുടെ ഖബർ കാണാൻ ഒരാളും പോകുന്നില്ലെങ്കിൽ അക്ബറും ചെരുപ്പിട്ടു നടക്കാതെ പോയിട്ടുള്ള സ്ഥലത്തേക്ക് ഇന്ത്യയിൽ കടന്നു വന്ന എല്ലാ ഭരണാധികാരിയും പോകുന്ന ഒന്നാണ് മഹാനായ ഷെയ്ഖ് മുഈനുദ്ദീൻ ചിശ്തി അജ്മീരിയുടെ പരിശുദ്ധമായ മഖ്ബറ. അക്ബറും പോയി, മുഗള ഭരണാധികാരികളും പോയി എന്നല്ല, ഇന്ത്യ കണ്ട പ്രഗത്ഭരായ ഭരണാധികാരികൾ പോയി. നമ്മുടെ പാവം മോദിയും പോയി എന്നാണ്. ഇന്ത്യയിൽ വന്ന വലിയ ഭരണാധികാരികളൊക്കെ പോയി. എന്തേ കാര്യം? അത് കേവലം ഒരു ശവകുടീരമല്ല, ജീവിതത്തിന്റെ മുഴുവൻ ആധ്യാത്മികതയുടെയും പ്രകാശഗോപുരമാണ്. ആ അർത്ഥത്തിൽ ആ മഹാനുഭാവന്റെ സാന്നിധ്യം കൊതിച്ചവരാണ്. ആ ഊർജം ഇങ്ങനെ പടരും, പകർത്തിക്കൊണ്ടുപോകാനാണ്. അപ്പൊ മുത്തഅല്ലിമീങ്ങളെ, ആത്മീകമായ ജീവിതത്തിന്റെ വലിപ്പം ലോകത്തൊന്നിനും നേടാൻ കഴിയില്ല. അല്ലെങ്കിൽ ആത്മീയതയല്ലേ വലുതായത്? ഇസ്ലാമിന്റെ ചരിത്രമെടുക്കൂ നിങ്ങൾ. ലോകം കണ്ട എല്ലാ ശാസ്ത്ര ചിന്തയുടെയും തുടക്കക്കാരായി മാറിയത് ഈ ഉമ്മത്തല്ലേ, ഈ മുസ്ലിങ്ങളല്ലേ? നമുക്ക് എങ്ങനെ ഇത് നേടാൻ സാധിച്ചു? അള്ളാഹു അവന്റെ പരിശുദ്ധ ദീൻ സ്ഥാപിക്കുമ്പോ അന്വേഷിക്കാനും പഠിക്കാനും പറഞ്ഞപ്പോ വളരെ പ്രഗത്ഭനായ ഒരു ചരിത്രകാരൻ സൂചിപ്പിക്കുന്നുണ്ട്, സയൻസ് arose in Europe as a result of new spirit, of new enquiry, of new method of investigation, of the method of experiment, observation, measurement, of the development of mathematics in a form unknown to the Greeks, and that spirit and that methods are introduced to Europe by the Arabs. അറബികളാണ് ഈ പറയപ്പെടുന്ന മുഴുവൻ അന്വേഷണങ്ങളുടെയും തുടക്കക്കാർ. മാത്തമാറ്റിക്സിലാകട്ടെ, സയൻസിലാകട്ടെ, ഈ വിഷയങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ യൂറോപ്പിനെ പ്രേരിപ്പിച്ച ഘടകം മുസ്ലിങ്ങളാണ്. യൂറോപ്പ് was made in the dark ages. The Arabs and Moors who were Mohammedans were making rapid states in every branches of science and arts. കലയിലും ശാസ്ത്രത്തിലും ആദ്യം കാലുവെച്ചു നടന്നവർ മുസ്ലിങ്ങളാണ്. എന്തേ അവർക്ക് പ്രേരകമായത്? പരിശുദ്ധ ഖുർആൻ. ഒരു രാത്രി ഖത്തുമ തീർക്കാതെ മഹാനായ മുഹമ്മദ് മുസൽ ഖവാരിസ്മി തങ്ങൾ ജീവിക്കാറുണ്ടായിരുന്നില്ലെന്ന് പറയുമ്പോ അതേ മനുഷ്യനാണ് അൽജിബ്രയുടെ ഉപജ്ഞാതാവ് എന്ന് കൂടി നാം പഠിക്കേണ്ടതുണ്ട്. അൽ ജബർ ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. അൽ ജബർ, ജബർ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് അൽജിബ്ര ഉണ്ടാകുന്നത്. അൽജിബ്ര എന്ന് പറയുന്ന ഗണിതശാസ്ത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് മുസൽ ഖവാരിസ്മിയാണ്. അല്ല, കണക്ക് പിടിക്കുമ്പോ പറയണം അൽജിബ്ര മുസ്ലിങ്ങളുടേതാണ്, ആൽക്കലി മുസ്ലിങ്ങളുടേതാണ്. ആൽക്കലി കണ്ടില്ലേ, ഖലായഖലി, അതിന്റെ ഇസ്മുൽ ഫായിലാണ് ഖാലിൻ, അതിലൊരു അലിഫ്ലാം ചേർത്തപ്പോ അൽ ഖാലി, ആൽക്കലി ആയതാണ്. അപ്പൊ അൽ ഖാലിയാണ് സത്യം. അതായത് അസിഡിറ്റിയെ നിർവീര്യമാക്കാനുള്ള ഘടകം കണ്ടെത്തുമ്പോ മുസ്ലിം പണ്ഡിതനിട്ട പേരാണ് അൽ ഖാലി. അൽ ഖാലി, അവനാ അൽ ഖാലി എന്ന് വിളിച്ചപ്പോ ഇംഗ്ലീഷുകാരൻ വിളിച്ചു അൽക്കലി. അങ്ങനെ നമ്മൾ പഠിച്ചു ആൽക്കലി, അങ്ങനെ നമ്മൾ അറിഞ്ഞു ആൽക്കലിയെ. അപ്പോഴും അറിയണം മുസ്ലിം പണ്ഡിതന്റെ, അവന്റെ ജീവിതത്തിന്റെ നിരന്തരമായ ഗവേഷണ പഠനങ്ങളുടെ വലിപ്പമാണ് ഈ പറയപ്പെടുന്ന ശാസ്ത്ര നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പഠിക്കുമ്പോ നമ്മുടെ പാരമ്പര്യം അത്ര ചെറുതല്ല. ബഹുമാനായ കുളത്തൂർ സൂചിപ്പിച്ചതുപോലെ സമീപകാല പാരമ്പര്യത്തിന്റെ വലിപ്പത്തോടൊപ്പം തന്നെ അങ്ങനെ അങ്ങ് നീണ്ടുപോയാലും ആ പാരമ്പര്യത്തിൽ നമുക്ക് കാണാൻ സാധ്യമാകുന്ന പ്രഗത്ഭർ, മഹാന്മാരായ പണ്ഡിതന്മാർ, അവരുണ്ടാക്കിയെടുത്ത വലിപ്പം ചെറുതല്ല, അവരുണ്ടാക്കിയെടുത്ത ശാസ്ത്രീയ നവോത്ഥാനം ചെറുതല്ല. ആ വലിപ്പത്തിലൂടെയാണ് നാം ദറസിന്റെ പാരമ്പര്യത്തിലേക്ക് കടന്നു വന്നത്. അവിടെയും സെക്കുലർ പഠനം ഉണ്ടായിരുന്നു. ആ സെക്കുലർ പഠനം തന്നെയാണ് പലപ്പോഴും ഇൽമുൽ ഹന്ദസയായത്. ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങൾ പഠിച്ചത്, ഇൻഹെറിറ്റൻസ് ലോ പഠിച്ചത് സെക്കുലർ ലോയിലുണ്ട്. അപ്പൊ സെക്കുലർ പഠനങ്ങൾ ഇസ്ലാമിക പഠനങ്ങളോട് ചേർത്ത് വെക്കാം. അപ്പൊ ഒന്നുണ്ട്, ഏതു പഠനവും ശരീഅത്തിന്റെ ഉദ്ധാനത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ സ്വയം നന്നാവാനും വേണ്ടിയാണെങ്കിൽ ഈ പഠനങ്ങളൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ പോക്കാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അർഹമുറാഹിമീനായ തമ്പുരാൻ മുത്തഅല്ലിമീങ്ങളെ നല്ല മുത്തഅല്ലിമാകാൻ ശ്രമിക്കുക, നന്നായി പഠിക്കുക. നമ്മുടെ കാലം ചെറുതല്ല. ഇന്ന് ഒരുപാട് വലിയ വലിയ വിഷയങ്ങൾ നേരിടേണ്ടി വരുന്ന കാലമാണ്. ഒരുപാട് ധാർമ്മികമായ അപച്യുതികൾ ഉണ്ടാകുന്ന കാലമാണ്. ഈ അപച്യുതികൾക്ക് മുമ്പിൽ നമുക്ക് നേടാൻ കഴിഞ്ഞത് മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കാൻ സാധ്യമാകുന്ന വലിപ്പം ആത്മീകമായി തന്നെ നമുക്ക് നേടാൻ സാധിക്കണം. ആത്മീയത ഇല്ലെങ്കിൽ ഈ പറയുന്നതൊന്നും നന്നാക്കി എടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നല്ല ആത്മീകമായ ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരെന്ന തെരഞ്ഞെടുക്കപ്പെട്ടവർ, ആ വാക്കിന് നിങ്ങൾ 1000 തവണ നെഞ്ചു ചേർത്ത് പിടിച്ച് പറഞ്ഞോളൂ.
വി ആർ സെലക്ടഡ് പേഴ്സണാലിറ്റീസ്. ഒരു സംശയം വേണ്ട, നമ്മളൊരു സെലക്ടഡ് ടീമാണ്. ഇതുപോലെ സെലക്ടഡ് ആയ മറ്റൊരു വിഭാഗമില്ല. അള്ളാഹു അങ്ങനെ സെലക്ടഡ് ആക്കി തന്നെ തരുമാറാകട്ടെ.